അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വയനാട് ബാവലി എന്ന പ്രശസ്തമായ മക്കാമിലേക്ക് ഇറങ്ങിയതാണ്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കൈപ്പത്തോട്ടം കണ്ട് കയറിയതാണ്. അതിമനോഹരമായ നല്ലൊരു കൈപ്പത്തോട്ടം തന്നെയാണിത്. നല്ല മഞ്ഞിനാൽ കുളിർന്ന അടിപൊളി മനോഹരമായ ഭംഗിയുള്ള ആരെയും ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. വാഴത്തോട്ടങ്ങളും കൃഷികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഞങ്ങളിന്ന് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ ഉദ്ദേശം വയനാട് ബാവലി മക്കാമാണ്. യാദൃശ്ചികമായി പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി ഇറങ്ങിയതാണ്. നല്ല മനോഹരമായി കയ്പത്തോട്ടം. ഇവിടെയൊക്കെ കയ്പൊക്കെ നല്ലവണ്ണം വിളഞ്ഞ് കിടക്കുന്നുണ്ട്. മനോഹരമായ തോട്ടമാണ്. ഓക്കെ, കൈപ്പഴൊക്കെ വിളഞ്ഞു നിൽക്കുന്ന സുന്ദരമായൊരു തോട്ടം. ഇതൊക്കെ വീണ് കിടക്കുന്നുണ്ട് കുറേ കൈപ്പകൾ. നല്ല വാഴത്തോട്ടം. നമ്മുടെ നാടുകളിൽ നിന്ന് കാണാത്ത രീതിയിലുള്ള നല്ല വാഴകളും അതിൻ്റെ കൂടെ തന്നെ മുളകും കരിമ്പും കോളിഫ്ലവറും എല്ലാം ഉണ്ട് ഇവിടെ. നല്ല കോട ഇറങ്ങുന്നൊരു സ്ഥലം തന്നെയാണ്. എന്നാ കോടയാണ് ഈ കാണുന്നതൊക്കെ. നല്ല ചെറുപയർ നോക്കി, ചെറുപയറുണ്ട്. അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. ഇത് സ്ഥലം എവിടെയാണെന്ന്, സ്ഥലത്തിൻ്റെ പേര് നമ്മൾ നോക്കിയില്ല. ജസ്റ്റ് വഴിയിൽ കണ്ടപ്പോൾ വണ്ടി അവിടെ തന്നെ സൈഡാക്കി നമ്മൾ ഇറങ്ങിയതാണ്. നമ്മളിവിടുന്ന് തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പറയാം, നോക്കട്ടെ. ഇവിടെ പന്നികളെ കൊണ്ടുള്ള ശല്യമുണ്ടെന്ന് തോന്നുന്നു. സൈഡൊക്കെ കമ്പിവേലി, കരണ്ടിൻ്റെ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. നല്ല വിശാലമായ തോട്ടമാണ്. ഒരുപാട് പടർന്ന് കിടക്കുന്ന തോട്ടം. കയ്പ ഉണക്കാനാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ മുറിച്ച് വെച്ച്, ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ കപ്പത്തോട്ടമുണ്ട്. ഇത് മങ്ങിയിട്ട് കാണുന്നത് ഫുൾ കോട ഇറങ്ങിയതുകൊണ്ടാണ്. കോട നിറഞ്ഞു കിടക്കുന്ന സ്ഥലം ഇതാണ്. വാഴത്തോട്ടം കാണുന്ന ചെറിയ ചെറിയ നല്ല കുള്ളം വാഴകൾ, നല്ല നിറഞ്ഞു നിൽക്കുന്ന വാഴ തന്നെയാണ്. ഇവിടെ ഒരാൾ കൃഷി ചെയ്യുന്നുണ്ട്. ചോദിച്ചോക്കാം. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ 34 ഇത് സ്ഥലത്തിന്റെ പേര് നെടുമ്പാല എന്ന് പറയും. നെടുമ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളുള്ളത്. നെടുമ്പാല ഇവിടെ കൃഷി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ തന്നെ ഇത് തോട്ടം? നമ്മളത് ഒരു 5-6 ആളുണ്ട്. ഒരു 5-6 ആൾ കൂടി ചെയ്യുന്ന തോട്ടമാണ് ഇത്. കയ്പ പിന്നെന്തൊക്കെ ഉള്ളത്? പയറും അല്ലേ? ഇത് കുറെ ഇവിടെ പൊട്ടി വീണ് കിടക്കുന്നുണ്ടല്ലോ ഉള്ളിലൊക്കെ. അത് പറിച്ചിടുന്നതാ? അത് വിത്തിന് ഉപയോഗിക്കുക? ഇല്ല, അത് വിൽക്കുന്നില്ല. അത് കേടായി എടുക്കില്ല. അങ്ങനെ തന്നെ ചോദിക്കണം. അതിന് വിത്ത് എടുക്കോ? ഈ വിത്ത് കൊള്ളൂല അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ വിത്ത് ഉണ്ടാക്കൂല? ഇല്ല. ഓ, അവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് അത് ഉണക്കാനാ? ഉണക്കിയിട്ട് നമ്മൾ എന്തിനാ ഉപയോഗിക്കാ? കൊണ്ടാട്ടം ഉണ്ടാക്കാനല്ലേ?
ഓക്കെ, നിങ്ങൾ കേട്ടില്ലേ? ഇത് ചെറുപയറാണ്. കയ്പൊക്കെ വാങ്ങുന്നുണ്ടോ റൈസ്ക? എത്ര കിലോ? ഒരു കിൻഡല്, ഒരു കിലോ അല്ല. എന്തിന്? നമുക്ക് അവിടെ ആരിഫിന്റെ കടയിൽ വെക്കാനേ. ഓ, കടയിൽ കച്ചവടം. നോമ്പിന് നല്ലതല്ല.